ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഫിറ്റ്നസ് ട്രെയിനർ ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, സാലറി എത്രയാണ്, അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ പറയാൻ പോവാണ്. സോ ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. എൻ്റെ പേര് ബാഹിർ ആൻഡ് വെൽക്കം ടു എൻട്രി ഹെൽത്ത് കെയർ ജോബ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ, ക്വാളിഫിക്കേഷൻ. ആർക്കൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റും? നിങ്ങൾ 10th പാസ് അല്ലെങ്കിൽ +2 പാസ്സായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബേസിക്കായിട്ട് ജിമ്മിൽ പോകാൻ താല്പര്യമുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അതേപോലെ തന്നെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഫീൽഡ് ചൂസ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ബേസിക് അനാറ്റമി, അതുപോലെ തന്നെ ന്യൂട്രീഷൻ, ഡയറ്റ് പ്ലാൻ, ഈ ഒരു മേഖലയിലൊക്കെ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ട്രെയിനറായിട്ട് ചേഞ്ച് ചെയ്യാനും പറ്റും. ബട്ട് നിങ്ങൾക്ക് ഈ ഫീൽഡ് സക്സസ്ഫുൾ ആവാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഫിറ്റ്നസ് ട്രെയിനർ സർട്ടിഫിക്കറ്റ്. അതെന്തായാലും നിർബന്ധമാണ്. കാരണം ഒരു ക്ലയൻറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനിലായിരിക്കും വരുന്നുണ്ടാവുക. ചിലപ്പോൾ ആളുടെ പ്രായം അല്ലെങ്കിൽ ആളുടെ ഹെൽത്ത് കണ്ടീഷൻ അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രെയിനർ ആണെങ്കിൽ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആളെ ട്രെയിൻ ചെയ്യാനും ആൾക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. സെക്കൻഡ് വൺ, സ്കോപ്പ്. ഈ ഒരു ഫീൽഡിൽ എന്തൊക്കെ സ്കോപ്പാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഒരു ക്ലയൻറ്റ് ജിമ്മിലേക്ക് വരുമ്പോൾ ആളുടെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, ന്യൂട്രീഷൻ, അതേപോലെ തന്നെ എക്സസൈസ്, ഇതൊക്കെ സെറ്റാക്കി ആളുടെ മെൻ്റൽ ഹെൽത്ത് അനുസരിച്ച് ആളെ മോട്ടിവേറ്റ് ചെയ്ത് ജിമ്മിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന ജോലി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജിം കോച്ച്, പേഴ്സണൽ ട്രെയിനർ, അതുപോലെ തന്നെ ഓൺലൈൻ കോച്ച് എന്നുള്ള രീതിയിലൊക്കെ ഈ മേഖലയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ആളുടെ മെയിൻ ജോബ് എന്താണെന്ന് വെച്ചാൽ ആൾ പെർമനൻ്റ് ആയിട്ടുള്ള ജിം ട്രെയിനറാണ്. അതുകൂടാതെ തന്നെ ആൾ ഓൺലൈൻ ത്രൂ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. UAE, ഓസ്ട്രേലിയ, അവിടെ നിന്നൊക്കെ ആൾ ക്ലയൻസ് ഉണ്ട്. സോ അയാൾ നോക്കുകയാണെങ്കിൽ പെർമനൻറ്റ് ജിം ട്രെയിനറുമാണ്, അതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ അറൗണ്ട് ഒരു മാസം 1 ലക്ഷം രൂപയാണ് അവൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മേഖലയിൽ വലിയൊരു സ്കോപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ അറിയെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാണുന്ന പോലെ ഇൻഫ്ലുവൻസേഴ്സ് പോലെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലയൻസും അതിൽ പെർമനൻറ്റ് ജോലിയും അവിടെ കൂടി നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. തേർഡ് വൺ, സാലറി. സാലറിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഫ്രഷറാണ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഈ ഒരു ഫീൽഡിലേക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് കിട്ടാൻ പോകുന്ന സാലറി 15,000 to 30,000 ആണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾ സെലിബ്രിറ്റി ട്രെയിനർ ആണെങ്കിൽ 3 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവൽ നോക്കുകയാണെങ്കിൽ, അബ്രോഡ് ലെവൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഫിറ്റ്നസ് ട്രെയിനർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ UAE, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അവിടെയൊക്കെ നിങ്ങൾക്ക് ആനുവലി 25 lakh to 50 lakh വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി ഇതെവിടെ നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും, അതുപോലെ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കുകയും ചെയ്യാം, എക്സാം എഴുതുകയും ചെയ്യാം. ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് ഫിറ്റ്നസ് ട്രെയിനർ ആവാനും പറ്റും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എവിടെ നിന്നാണ് നമുക്ക് ഈ കോഴ്സ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട. കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. അതിനുള്ള ഉത്തരമായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആയിക്കോളൂ.